അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, തുവഫിയ റജുലുൻ മിനസ് സ്വഹാബ, സ്വഹാബാക്കളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടപ്പോ ഒരു സ്വഹാബി ആ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, അബ്ശിർ ബിൽ ജന്ന, അബ്ശിർ ബിൽ ജന്ന, ഇദ്ദേഹം സ്വർഗത്തിലാണ് നബിയെ, ഇദ്ദേഹം സ്വർഗത്തിലാണ് നബിയെ, ഇദ്ദേഹം സ്വർഗ വാർത്ത കൊണ്ട് ഇദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കോ നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്നിഹിതനായിരിക്കുന്ന ആ സദസ്സിൽ വെച്ചൊരു സഹാബി പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ നീ പറയരുത്, അവലാ തദ്രി ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി, ഒരുപക്ഷേ അനർത്ഥമായ വാക്കുകൾ സംസാരിച്ച വ്യക്തിയായിരിക്കാം അദ്ദേഹം, അനാവശ്യ വാക്കുകൾ പറഞ്ഞ വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് ഒരാളെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വന്ന സ്വഹാബിക്ക് താക്കീത് നൽകി. പിന്നെ എന്താണ് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കുക, ദറജാത്തുകൾ ഉയർത്തി കൊടുക്കുക, അവർക്ക് നീ നന്മകൾ ചെയ്യുക, അവരുടെ ഖബറിന്റെ ജീവിതം ബർസഖി ജീവിതം എളുപ്പമാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം, ഇതാണ് നാം ഒരു മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തുറലുൽ അമാലു അലൽ ആബാഇ ഫീ കുല്ലി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവുകളിലോ അതിന്റെ പകലിലോ ഖബറടക്കപ്പെട്ട ഖബറിനകത്തുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ അമലുകൾ വെളിവാക്കി കൊടുക്കുമത്രേ, നമ്മുടെ അമലുകൾ വെളിവാക്കി കൊടുക്കുമത്രേ. ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന മക്കളെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാതാപിതാക്കളുടെ ഖബറിലേക്ക് മലക്കുകൾ വെളിവാക്കി കൊടുക്കും എല്ലാ വെള്ളിയാഴ്ച ദിവസവും. ഫയഫ്റഹൂന ബിഹസനാതിഹിം, അവരാ നന്മകൾ കണ്ട് ആസ്വദിക്കുമത്രേ. വതസ്ദാദു വുജൂഹുഹും ബയാദൻ വഇശ്റാഖാ, ഏതൊരു മാതാപിതാക്കളുടെ സന്താനങ്ങൾ ഈ ഭൂലോകത്ത് നന്മ ചെയ്യുന്നവരായി മാറുന്നുവോ, നന്മയുടെ വക്താക്കളായി മാറുന്നുവോ, ധർമ്മധാരയിൽ സഞ്ചരിക്കുന്നവരാകുന്നുവോ, ഫയഫ്റഹൂന ബിഹസനാതിഹിം, ആ മാതാപിതാക്കൾ അവരുടെ നന്മകൾ കണ്ടുകൊണ്ട് ഖബറിൽ സന്തോഷിക്കുമത്രേ. വതസ്ദാദു വുജൂഹും ബയാദൻ വഇശ്റാഖാ, അവരുടെ മുഖം അങ്ങനെ പ്രസാദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫത്തഖുല്ലാഹ് വലാ തൂദൂ മൗതാക്കും, അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണമേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ, അവനെ നിങ്ങൾ വഴിപ്പെടണമേ. വലാ തൂദൂ മൗതാക്കും, നിങ്ങളിൽപ്പെട്ട മരണപ്പെട്ടവരെ നിങ്ങൾ കുറ്റം പറയരുതേ, അവരെ പരിഹസിക്കരുതേ, അവരെ നിന്ദിക്കരുതേ, അവരെ അവഹേളിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഒരാൾക്ക് വേണ്ടി നന്മ ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്, മരണപ്പെട്ടവർക്ക് വേണ്ടി നന്മ ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്, മരണപ്പെട്ടവർക്ക് വേണ്ടി ഈസാല് സവാബ് ചെയ്യാത്തത് അവരെ അവഹേളിക്കലാണ്, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാത്തത്, അവർക്ക് വേണ്ടി സദഖ ചെയ്യാത്തത് അത് ആ മരിച്ചുപോയവരെ അവഹേളിക്കുന്നതിന് തുല്യമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മയ്യത്തടക്കം ചെയ്തിട്ട് ആ മയ്യത്തിന്റെ ഖബറിന്റെ ഓരത്ത് നിന്ന് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ല നിങ്ങൾ അല്പം നിൽക്കണമേ, പോകരുതേ പോകരുതേ. ഇസ്തഗ്ഫിറൂ ലി അഖീകും, ഇസ്തഗ്ഫിറൂ ലി അഖീകും ഫഇന്നഹുൽ ആന യുസ്അൽ വസലൂ ലഹു അത്തസ്ബീത്. നിങ്ങളാരും പോകരുതേ, നിങ്ങളുടെ സഹോദരന് വേണ്ടി മഗ്ഫിറത്ത് ചോദിക്കണമേ, നിങ്ങളുടെ സഹോദരന് വേണ്ടി ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, നിങ്ങളുടെ സഹോദരന്റെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണമേ. നിങ്ങൾ ആരും പോകരുതേ, ആ ഖബറിന്റെ ഓരത്ത് നിന്നുകൊണ്ട് ആ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ, ഖബറാളികൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ, ഖബറാളികൾക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ. ആ ഖബറാളികളെ ചോദ്യം ചെയ്യാൻ വരുമ്പോ അവർ
അവർക്കവിടെ സുസ്ഥിരതയുണ്ടാകുന്നതിനു വേണ്ടി അവരുടെ ചോദ്യത്തിന്റെ മുന്നിൽ പതറിപ്പോകാതെ ധൈര്യസമേതം സ്ഥൈര്യത്തോടെ മുൻകര നക്കീറിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചു പോകാതെ വിറച്ചു പോകാതെ മറുപടി പറയാനുള്ള ചങ്കൂറ്റത്തിന് വേണ്ടി നിങ്ങൾ ആ ഖബറിന്റെ അരികെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി യാചിക്കണമേ, ചോദിക്കണമേ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖബറാളികളോടുള്ള ഉത്തരവാദിത്തമാണത്, മരണപ്പെട്ടവരോടുള്ള ഉത്തരവാദിത്തമാണത്. വലാ തോദൂ മൗതാക്കും, നിങ്ങളുടെ മരണപ്പെട്ടു പോയവർക്ക് നിങ്ങൾ ഒരു നിലയ്ക്കും അവഹേളന നടത്തരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സാറ ഖബ്റ അബവൈഹി ഫീ കുല്ലി ജുമുഅ കുതിബ ലഹു ബർറാ. ആരൊരാള് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വെള്ളിയാഴ്ച രാവിൽ ദുആ ചെയ്യുന്നുവോ അവർക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരണപ്പെട്ടവരെ അനാവശ്യങ്ങൾ വിളിച്ചു പറയരുതേ, അവരെ വേദനിപ്പിക്കരുതേ, അവരെ പ്രയാസപ്പെടുത്തരുതേ. എത്ര മോശക്കാരനായാലും എത്ര നല്ലവനായാലും മരിച്ചുപോയവനെ കുറ്റം പറയരുതേ, മരിച്ചുപോയവരെ കുറ്റം പറയരുതേ. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരാളെ പോലും ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ആരെയും ആക്ഷേപിച്ചിട്ടില്ല, ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. പരിശുദ്ധ പ്രവാചകന്റെ വഴികളെ സ്വീകരിക്കുന്ന നമുക്ക് വേണ്ടത് നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിം സമുദായം നമ്മെ ആരെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ നിന്ദിക്കാനോ പരിഹസിക്കാനോ പാടില്ല. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണിത്, പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. യാ അയ്യുഹല്ലദീന ആമനൂ لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلبسوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. പരിശുദ്ധ ഖുർആനിന്റെ സാരഥികളാണ് നമ്മൾ, പരിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ വിളിയാളമാണ്, ലോകത്തിന്റെ സന്ദേശമാണ്. ലോക മുസ്ലിമേ നിന്റെ വഴികാട്ടിയാണ്. മുത്തഖീങ്ങളെ, അല്ലാഹുവിനെ വഴിപ്പെടുന്നവരെ, സ്വർഗ്ഗലോകത്തെ പ്രതീക്ഷിക്കുന്നവരെ അവർക്കുള്ള വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആനെങ്കിൽ അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين. നിസ്സംശയം പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളുടെ വഴികാട്ടിയാണ്. അവരെ യഥാർത്ഥ വഴികളിലേക്ക് സത്സരണിയിലേക്ക് സ്വർഗത്തിന്റെ പന്ഥാവിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഗ്രന്ഥത്തെ വിശ്വസിക്കാത്തവൻ ഈമാനില്ലാത്തവനാണ്, വിശ്വാസമില്ലാത്തവനാണ്. അവൻ നാളെ നരക കുണ്ടാരത്തിന്റെ അടിമയാണ്. അവൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള അവസരമില്ല. ആ പരിശുദ്ധ ഖുർആൻ ഓതാതെ, പരിശുദ്ധ ഖുർആനോടുള്ള ഹക്ക് നിറവേറ്റാതെ ആരൊരാൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നുവോ ആ ഖുർആൻ നാളെ അവനെതിരായി പമിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ഖുർആൻ നാളെ അവനെതിരെ ശാപപ്രാർത്ഥന നടത്തുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് നാളെ ഖുർആൻ ശഫാഅത്ത് ചെയ്യുമെന്നും നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പുണ്യമായ രാപ്പകലുകളെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നില്ലയോ? പകലിന്റെ സമയങ്ങളിൽ നോമ്പ് പിടിക്കുകയും
അതിന്റെ രാത്രി സമയങ്ങളിൽ ഖുർആൻ ഓതുകയും ചെയ്താൽ നാളെ മഹ്ശറ വൻസഭയിൽ രണ്ട് കാര്യമാണ് നാളെ നമുക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുന്നത്, ശുപാർശ ചെയ്യുന്നത്. ഒന്ന്, പകലിന്റെ സമയത്തുള്ള നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമത്രേ. രണ്ട്, പാതിരാ സമയത്ത് ഉറക്കമിളിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ ആ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ആ ഖുർആനിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ഏതൊരു മാതാവ്, ഏതൊരു പിതാവ് തന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചുവോ, ഖുർആൻ കാണാതെ പഠിപ്പിച്ചുവോ, തന്റെ മക്കളെ ഹാഫിളീങ്ങളാണെന്ന് ഏതൊരു മാതാപിതാക്കൾ അഭിമാനം കൊള്ളുന്നുവോ, നാളെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് ഹാഫിളീങ്ങളായ മക്കൾ തന്റെ മാതാപിതാക്കളെ കൈക്ക് പിടിച്ചുകൊണ്ട് ഓരോ ആയത്തും ഓതി സ്വർഗത്തിന്റെ പടവുകളെ കയറി സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വെറുതെയല്ല, വെറുതെയല്ല. വലതുഭാഗത്ത് തന്റെ ഉപ്പാന്റെ കൈ പിടിക്കുമ്പോ ആ ഉപ്പാന്റെ നെറുകം തലയിൽ താജെന്ന കിരീടമാ, ഇടത് ഭാഗത്ത് തന്റെ ഉമ്മാന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നടുക്ക് നിന്നുകൊണ്ട് ഹാഫിളായ തന്റെ മക്കള്, തന്റെ മാതാപിതാക്കളെ തൊളിച്ചു കൊണ്ടുപോകുമ്പോ ഉപ്പാക്കും ഉമ്മാക്കും ഒരു കിരീടം സമ്മാനിക്കപ്പെടുമെന്നും ആ കിരീടത്തിന്റെ അവകാശികളായി ഹാഫിളായ തന്റെ മക്കളുടെ നേതൃത്വത്തിൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാനം അലങ്കരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചുകൊണ്ട് ഖുർആനിന്റെ വഴികളെ തെരഞ്ഞെടുത്തവർക്ക്, ഖുർആനിന്റെ വാക്കുകളെ സ്വീകരിച്ചവർക്ക്, ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിച്ചവർക്ക് അവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിനെ, ആ ഖബർ, ആ മണ്ണ് ആ മയ്യത്തിനെ വേദനിപ്പിക്കുകയില്ല. പരിശുദ്ധ ഖുർആനാണിത്, ഖുർആനിന്റെ ഉള്ളടക്കമാണിത്, ഖുർആനിന്റെ സൂക്തങ്ങളാണിത്, ഖുർആനിന്റെ വചനങ്ങളാണിത്. ഈ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, അല്ലാഹുവിന്റെ സത്യസന്ദേശമാണത്. ദിവ്യ സന്ദേശമായ ഖുർആനിനെ വേദനിപ്പിക്കാൻ ആ ഖബറുകൾ തയ്യാറാവുകയില്ല. അല്ല എങ്കിൽ ഒരു മനുഷ്യനെ പോലും ഖബർ വെറുതെ വിടുകയില്ല, ഒരാളെ പോലും ഖബർ വെറുതെ വിടുകയില്ല. ഒരു പൊന്നുമോൾ, ഒരു കുഞ്ഞുമോൾ, ഒരു കൊച്ചുകുട്ടിയെ അല്ലാഹുവിന്റെ റസൂല് ഖബറടക്കം ചെയ്തതിനു ശേഷം ആ ഖബറിന്റെ ഓരത്ത് നിന്ന് നിറ കണ്ണുകളോട് ലോകത്തോട് വിളിച്ചു പറയുകയാ, ഇന്നലിൽ ഖബരി ലമ്മാ, തീർച്ചയായും ഖബറിനൊരു ഞെരുക്കമുണ്ട് സ്വഹാബത്തെ, ഖബർ ഞെരുക്കും സ്വഹാബത്തെ. ലൗ കാന അഹദുൻ മിൻഹാ നാജിയാ ലകാന ഹാദാ സബീ. ആരെയെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നെങ്കിൽ, ആരെയെങ്കിലും ഖബർ ഞെരുക്കാതെ വെറുതെ വിടുമായിരുന്നെങ്കിൽ ലകാന ഹാദാ സബീ, ഈ പൊന്നു മോനെ ഖബർ വെറുതെ വിടുമായിരുന്നു. അതുകൊണ്ട് സഹാബത്തെ ഖബർ വെറുതെ വിടുകയില്ല, ഒരാളെ പോലും ഖബർ വെറുതെ വിടുകയില്ല. ആ സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ ആരൊരാൾ മനപ്പാഠം ചെയ്തുകൊണ്ട് ആ ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കുന്നുവോ ആ വ്യക്തിയുടെ ഖബർ സ്ഥാനത്തിലേക്ക് ആ ശരീരത്തെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ശരീരത്തെ മണ്ണ് ഒന്നും ചെയ്യുകയില്ല, ഖബർ ഒന്നും ചെയ്യുകയില്ല. കാരണം അത് അല്ലാഹുവിന്റെ ഖുർആന്റെ സന്ദേശങ്ങളാ. അതുകൊണ്ട് ഖുർആനിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ പർവ്വതം തവിട് പൊടിയായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത ഖാശിഅൻ മുതസദ്ദിആ خاشعا متصدعا من خشية الله خاشعا متصدعا من خشية الله. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെങ്ങാണ് പർവ്വത സാനുക്കളുടെ മുകളിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിനോടുള്ള ഭവ്യത ഓർത്തുകൊണ്ട്, പരിശുദ്ധ ഖുർആനിനോടുള്ള ഹക്ക് ഓർത്തുകൊണ്ട്, പരിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യതകളെ തനിക്ക് നിറവേറ്റാൻ കഴിയാതെ വന്നുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തകർന്ന് തരിപ്പണമാകുമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ആ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കണമേ മാനവലോകമേ. ആ ഖുർആൻ കളിയല്ല, ഖുർആൻ ചിരിയല്ല, ഖുർആൻ തമാശയല്ല, ഖുർആൻ രസമല്ല.
വഴികാട്ടിയാണ്, സ്വർഗത്തിലേക്കുള്ള പാതയാണ്, നരകത്തിന്റെ രക്ഷാകവാടമാണ്. സ്വർഗത്തിലേക്കുള്ള പാതയാണ്, നരകത്തിന്റെ മറയാണ് ഖുർആൻ. ആ ഖുർആനാണ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു സമുദായവും അടുത്ത സമുദായത്തെ ആക്ഷേപിക്കല്ലേ, പരിഹസിക്കല്ലേ, കളിയാക്കല്ലേ, നിന്ദിക്കരുതേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിച്ചവരാണല്ലോ മക്കക്കാരായ കുഫാറുകൾ. തായിഫിന്റെ തെരുവോരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ പോയപ്പോ പരിശുദ്ധ പ്രവാചകൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ച ധിക്കാരി വർഗം ഹബീബായ തങ്ങളുടെ മുബാറക്കായ ശരീരത്തിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുമ്പോ തായിഫിന്റെ മണ്ണിലെങ്ങാനും ഹബീബായ തങ്ങളുടെ മുബാറക്കായ രക്തം വീണുപോയാൽ തായിഫിനെ അല്ലാഹു തആല തകിടം മറിക്കുമെന്നതിൽ രണ്ടർത്ഥമില്ല, സംശയമില്ല. പക്ഷേ ലോകത്തിന്റെ കാരുണ്യവാൻ, ലോകത്തിന്റെ വിപ്ലവം, ലോകത്തിന്റെ വസന്തം, മാനവ ജീവിതത്തിന്റെ മുന്നിലെ വഴികാട്ടിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ച തായിഫിന്റെ മക്കൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായില്ല സഹോദര. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന രക്തത്തിന്റെ തുള്ളി ഹബീബായ തങ്ങൾ ഒരു തുണി കൊണ്ട് തുടച്ചു മാറ്റുകയാ. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞില്ലേ, ലൗ ലഅൻതഹും യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയെ വേദനിപ്പിച്ചവരാണിവർ, അങ്ങയെ വേദനിപ്പിച്ചവരാണിവർ, അങ്ങയെ പീഡിപ്പിച്ചവരാണിവർ, അങ്ങയുടെ മുതുകത്ത് ചവിട്ടിയവരാണിവർ, അങ്ങയുടെ മുഖത്തടിച്ചവരാണിവർ, അങ്ങയുടെ പല്ലടിച്ചു കൊഴിച്ചവരാണ്, അങ്ങയ്ക്ക് ദാഹജലം പോലും തരാതെ ഉപരോധം ഏർപ്പെടുത്തിയവരാണ്. ലൗ ലഅൻതഹും യാ റസൂലല്ലാഹ്, അവരെ ശപിക്കൂ നബിയേ, അവരെ ശപിക്കൂ നബിയേ, ശാപപ്രാർത്ഥന നടത്തൂ നബിയേ, അവരെ ആക്ഷേപിക്കൂ നബിയേ, അവരെ അധിക്ഷേപിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞപ്പോ മാ ബുഇസ്തു ലഅനാ ഇന്നമാ ബുഇസ്തു റഹ്മതൻ, ലോകത്തിന്റെ കാരുണ്യവാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഗുരുനാഥരായ മുഹമ്മദ് മുസ്തഫ, ജിബ്രീലിന്റെ സതീർത്ഥ്യനായ മുഹമ്മദ് മുസ്തഫ, മാലാഖമാരുടെ ആനന്ദമായ മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞ വാക്കെന്താണ്? ഞാൻ ആരെയും ശപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല, ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല, ആരെയും പരിഹസിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല, ആരെയും നിന്ദിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല. ഇന്നമാ ബുഇസ്തു റഹ്മതൻ ലിൽ ആലമീൻ, ലോകങ്ങളുടെ മുഴുവനും രക്ഷയും, ലോകങ്ങളുടെ മുഴുവനും സത്യവും, ലോകങ്ങളുടെ മുഴുവനും ഉദാരതയും, ലോകങ്ങളുടെ മുഴുവനും കാരുണ്യവും, ലോകങ്ങളുടെ മുഴുവനും വസന്തവും, ലോകങ്ങളുടെ ഐക്യവും, ലോകങ്ങളുടെ സാഹോദര്യവും, ലോകങ്ങളുടെ സഹിഷ്ണുതയുമാണ് ഞാനെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ ഹിജാസിന്റെ മണ്ണിൽ വെച്ച് പറഞ്ഞെങ്കിൽ ആ നബി തങ്ങളുടെ നാവിലൂടെ നമുക്ക് അല്ലാഹു അറിയിച്ചു തന്ന ഖുർആനിലൂടെയാ പറയുന്നത്, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരാളും മറ്റൊരാളെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. ആഖിബത്ത് ആരുടെയാണ് നന്നാവുക എന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലുള്ള മയ്യത്തിന്റെ അരികത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞ സഹാബിയെ പോലും താക്കീത് ചെയ്തെങ്കിൽ ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി, ഒരുപക്ഷെ അറിയാതെ അനാവശ്യമായി ഒരാളെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയ വ്യക്തിയാണ് ഈ കിടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അള്ളാന്റെ അടുക്കൽ ഇദ്ദേഹത്തിന് ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് ഒരാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. അത്രത്തോളം സൂക്ഷ്മത പുലർത്തുകയാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെങ്കിൽ ആരെയും കളിയാക്കാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. ഒരൊറ്റ ചരടിലെ മക്കളാണ്, ഒരു സമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ് നമ്മൾ. ഏതൊരു ഇമാമിനെ പിൻപറ്റിക്കൊണ്ട് നമസ്കരിക്കും
നമസ്കരിക്കുന്നുവോ, ലോകത്ത് എത്രയെത്ര പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്, ലോകത്ത് എത്രയെത്ര മതകാര്യ വകുപ്പുകളുണ്ട്, ലോകത്ത് എത്രയെത്ര മതങ്ങളുണ്ട്, ലോകത്ത് എത്രയെത്ര മത നേതാക്കളുണ്ട്, ലോകത്ത് എത്ര ബുദ്ധവിഹാരങ്ങളുണ്ട്, എത്ര ഗുരുദ്വാരകളുണ്ട്, എത്ര അമ്പലങ്ങളുണ്ട്, എത്ര ചർച്ചുകളുണ്ട്. ഇവിടെയൊന്നും കാണാൻ കഴിയാത്ത ജനകീയ ജനാധിപത്യത്തിന്റെ വർണ്ണഭംഗിയാണ് പരിശുദ്ധമായ പള്ളികളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഒരൊറ്റ ഇമാമിന്റെ തക്ബീറിന്റെ മണികളോടുകൂടി ആയിരങ്ങളും പതിനായിരങ്ങളും ഒരേപോലെ അണിഞ്ഞു നിൽക്കുകയും ഒരേപോലെ തോളോട് ചേർന്ന് നിൽക്കുകയും ഒരേപോലെ സുജൂദ് ചെയ്യുകയും ഒരേപോലെ അത്തഹയ്യാത്തിലിരിക്കുകയും ചെയ്യുന്ന പാവനത്വം ലോകത്ത് ഒരൊറ്റ ആരാധനാലയങ്ങളിൽ കാണാൻ കഴിയില്ല. അത് പരിശുദ്ധ ഇസ്ലാമാണ് ലോകത്ത് പഠിപ്പിച്ചു തന്നതെങ്കിൽ മദീന പള്ളിയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഴങ്ങിക്കേട്ട അതേ ബാങ്ക് തന്നെയാണ് 21ാം നൂറ്റാണ്ടിൽ ഈ ആലമ്പാടി പള്ളിയിലും മുഴങ്ങുന്ന ബാങ്ക്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിൽ ഓതിയ അതേ ഫാത്തിഹ സൂറത്താണ് ഇന്ന് ആലമ്പാടി പള്ളിയിലെ നമസ്കാരത്തിന് നാം ഇന്ന് ഓതുന്നതെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ വെച്ച് ചൊല്ലിയ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ആണ് ഇന്നും ഈ ആലമ്പാടി പള്ളികളിലല്ല ലോകത്തിന്റെ എത്രയെത്ര മുസ്ലിം പള്ളികളുണ്ടോ ആ പള്ളികളെല്ലാം ഇന്ന് ഗർജിക്കുന്നത് നബിതങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാ. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്ന വുളൂവാണ് ഇന്ന് ഞാനും നിങ്ങളും നമസ്കാരത്തിന് മുമ്പ് തന്നെ എടുക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന വുളൂവിന് വിപരീതമായി ഇന്ന് ഒരു ഗ്രൂപ്പുകാരും ചെയ്യുന്നില്ല സഹോദരാ. ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ ഈ ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടാക്കുന്നത്, ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ തമ്മിലടിക്കുന്നത്, ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ പള്ളിക്കകത്ത് കത്തിക്കുത്ത് നടത്തുന്നത്. പരിശുദ്ധ പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്. പള്ളിക്കകത്ത് അഭയം തേടുന്നവനെ ഒന്നും ചെയ്യരുത്, പള്ളിക്കകത്ത് കൊലവിളി നടത്തരുത്, പള്ളിക്കകത്ത് തെറി വിളിക്കരുത്, പള്ളിക്കകത്ത് ആരെയും ആക്ഷേപിക്കരുത്. അല്ലാഹുവിന്റെ ഭവനമാണ് പള്ളികൾ, അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കേണ്ടതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. ആ പള്ളിക്കകത്ത് ദിക്റുകൾ മുഴങ്ങേണ്ട പള്ളിയാണ്, സ്വലാത്തുകൾ മുഴങ്ങേണ്ട പള്ളിയാണ്, ഖുർആൻ പാരായണങ്ങൾ മുഴങ്ങേണ്ട പള്ളിയാണ്. ആരെയും കൊലവിളി നടത്താനുള്ളതല്ല, ആരോടും പ്രതികാര നടപടി സ്വീകരിക്കാനുള്ളതല്ല. ഇന്ന അവ്വല ബൈത്തി വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. പരിശുദ്ധമായ കഅബ എന്ന ആരാധനാലയമുണ്ടല്ലോ, ലോകത്ത് ആദ്യമായിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു ലോകത്തിന്റെ മുന്നിൽ നിർമ്മിച്ചു കൊടുത്ത കഅബയാണല്ലോ. ഇന്ന് ലക്ഷങ്ങൾ ആ കഅബയെ വലയം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫമൻ ദഖലഹു കാന ആമിനാ. ആ കഅബയ്ക്കകത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവനെ ഒന്നും ചെയ്യരുത്, അവനെ വെറുതെ വിടണമേ. ആ കഅബയ്ക്കകത്തേക്ക് കയറി വന്ന് ആരെങ്കിലും